പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു എന്നോടൊപ്പം ചേരുകയാണ്. പത്തനംതിട്ടയിലാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നത്. റാന്നിയൊക്കെ ഇപ്പോഴും പ്രളയഭീഷണിയിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പിൽ നിൽക്കുകയാണ്. പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ റാന്നിയിലടക്കം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജു ടി ബാബു എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് പത്തനംതിട്ടയിൽ, റാന്നിയിൽ, തിരുവല്ലയിലൊക്കെ അവസ്ഥയെന്ന് പരിശോധിക്കാം. സുജു, ഗുഡ് മോർണിംഗ്. സുജു, റാന്നിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക പടർത്തുന്ന ഇടമെന്ന് പറയുന്നത്. സുജു ഇപ്പോഴും മുട്ടപ്പം വെള്ളത്തിൽ നിൽക്കുകയാണ്. ഇതെവിടെയാണ് നിൽക്കുന്നത്? പ്രളയ മുന്നറിയിപ്പ് ഇപ്പോഴും നിൽക്കുകയാണോ റാന്നി അടക്കമുള്ള സ്ഥലങ്ങളിൽ? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ആറന്മുളയിലാണ്. കഴിഞ്ഞ 15 മിനിറ്റായി ഞങ്ങൾ മനുവിനെ കാത്ത ഈ മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ പ്രദേശവാസികളുടെ ചേരുന്നുണ്ട് ആളുകൾ നമ്മളൊപ്പം ചോദിച്ചേട്ടാ. ഇത് ആറന്മുള ഐക്യര ജംഗ്ഷൻ അല്ലേ? ഐക്യര ജംഗ്ഷൻ കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ടാണിത്. അവിടെ ഇപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ അപേക്ഷിച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റാന്നിയിലെ ഇടക്കുളത്തെ വെള്ളത്തിൻ്റെ ആ പൊങ്ങിയ വെള്ളം നമുക്കിപ്പോൾ ഇവിടെ ആറന്മുളയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അതായത് ഈ ഇന്നലത്തെ സ്ഥിതി വെച്ചാണെന്നുണ്ടെങ്കിൽ രാത്രി 2 മണിക്ക് വെള്ളം ഇറങ്ങിയ വെള്ളം തിരിച്ചിപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക വെള്ളം. അത് റാന്നിയിലെ വെള്ളം ഇവിടെ പൊങ്ങുവാണ്. അത് 2.5 അടി പൊങ്ങുമെന്നാണ് ഒരു 6 മണിക്കത്തെ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റാന്നി ഇടക്കുളത്തെ വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണ്. വള്ളക്കാർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ്, അവരുടെ വള്ളം ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരത് വെച്ച് റിപ്പോർട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് 17 അടി ഇടക്കുളത്ത് വെള്ളം താണ വെള്ളം ഇന്നലെ രാത്രിയത്തോടെ പൊങ്ങി തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ 1 മണിക്കൂറിനുള്ളിൽ 2.5 അടി വെള്ളം പൊങ്ങിയിരിക്കുന്നു. ആ 2.5 അടി വെള്ളം പൊങ്ങിയാണ് നമുക്ക് ഈ കാണുന്നത്, ഈ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുക്കിട്ടിരിക്കുന്ന വെള്ളം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കാട്ടും വെള്ളം കൂടിയിരുന്നു. ആ ദൃശ്യം നമ്മുടെ ആ ഫയർഫോഴ്സിൻ്റെ വണ്ടി കിടക്കുന്നതിന് മേളിലായിരുന്നു വെള്ളം. അതായത് ഈ നമ്മുടെ ഈ കാണുന്ന കെട്ട് ഇതിന് മേളിലായിരുന്നു. അതായത് ഓൾമോസ്റ്റ് 2 അടിത്തോളം വെള്ളം ഇപ്പോൾ താണു നിൽക്കുകയാണ്. പക്ഷേ ഇത് തിരിച്ച് പിന്നെ കയറിക്കൊണ്ടിരിക്കും. രാവിലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കൂടെ ചേട്ടാ, വലിയ വെള്ളം കൂടിക്കൊണ്ടിരിക്കുമല്ലേ? വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡാം തുറന്നു വിട്ടെന്ന് പറഞ്ഞു മൊഴിയാറ്. അപ്പം എത്തിക്കൊണ്ടിരിക്കണം. തുറന്നിട്ടില്ല, തുറക്കണം. അലർട്ട് ഉണ്ട്. ഉണ്ട്. അത് അലർം വന്നിട്ടുണ്ട്. വെള്ളം മറിയുന്നുണ്ട്. കാണാം അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ. നമ്മൾ ആശങ്കയുണ്ട് വെള്ളം വീണ്ടും കൂടുക എന്നുള്ളത്. ഇന്നലെല്ലാം ഒഴിഞ്ഞ് നിന്നാണ്. 2 അടിയോളം മാറിയതാണ്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കണം. മഴ ശക്തമാണ്. പിന്നെ ആൾക്കാരെല്ലാം നമ്മളെ ആർമി സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ വേണ്ട സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. NDRF സംഘം വന്നിട്ടുണ്ട്. ഒരു ഇന്നലെ രാത്രി 2 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? വെള്ളം കൂടിക്കൊണ്ടിരിക്കും. ഇത് ഒരു 5:30 ആയപ്പോഴൊക്കെ ഇവിടെ നിശ്ചലമായിരുന്നു. വെള്ളം ഒഴുക്കയില്ലായിരുന്നു. നിന്ന നിപ്പിലാണ് ഇപ്പം വെള്ളം തഴച്ച് ആറ്റിൽ നിന്ന് ഈ വെള്ളം ഉയർന്നു വരുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ അറിയാം വെള്ളം നിമിഷം കൂടിക്കൊണ്ടിരിക്കുക. അതെ അതെ. ഇവിടെ എത്രത്തോളം വീടുകളുണ്ട്? വീടുകൾ ഒത്തിരി വീടുണ്ട്. ഇഷ്ടം. അതെല്ലാം സ്കൂളിലെ ക്യാമ്പിലോട്ട് മാറിയിട്ടുണ്ട്. അവരെല്ലാം സ്കൂൾ ക്യാമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം അവിടെ റെഡിയാണ്. ഇനിയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെയാണ് ബുദ്ധിമുട്ട് നമുക്ക് പോയി വരുമ്പോൾ. അതിനാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടോട്ട് പോകാനാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ അവർ വന്നിരിക്കുന്നത്. ആ റൂട്ടിലും വെള്ളമുണ്ട് നമുക്ക്. അതായത് പന്തളം റൂട്ടിലാണത്. ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടെ തന്നെ മാറും. ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകൾ റോഡിലുണ്ട്. അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണല്ലേ? വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഞാൻ വരുമ്പോൾ 1.5 അടി പിന്നീട് മുകളിൽ കയറിയിട്ടുണ്ട് വെള്ളം. നമ്മൾ വന്ന ശേഷം മരടി എൻ്റെ ഒരു കാർ അവിടെ കിടപ്പുണ്ട്, എടുക്കാൻ വന്നതായിരുന്നു. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റാതെ നിൽക്കുക. അവിടെ കിടപ്പുണ്ട്. ആ ഇദ്ദേഹത്തിന്റെ കാറാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. വെള്ളം ഇറങ്ങി വന്നപ്പോൾ കിട്ടിയാൽ എടുക്കാൻ പറ്റിയില്ല. എന്നാൽ രാവിലെ നോക്കിയപ്പോൾ വെള്ളം പിന്നെയും കൂടുക. പമ്പിൽ പെട്രോൾ ലോറി ഓടിക്കുന്ന ആളാണ്. ലോറി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിക്കാൻ വന്നപ്പോൾ ആറ് വിട്ടിട്ട് പോയതാണ്. എത്ര ദിവസമായി കാർ അവിടെ കുടുങ്ങിയിട്ട്? 3 ദിവസമായി. ഇന്നലത്തെ മഴ തോർന്നപ്പോൾ വിചാരിച്ചു ഇന്ന് രാവിലെ എടുക്കാൻ. അങ്ങനെ വന്നതാണ്. ഇന്നലെ വൈകിട്ട് വന്നപ്പോഴും വെള്ളമായിരുന്നു. ഇപ്പം പിന്നെയും കുറഞ്ഞു. ഇപ്പം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്താണ് വീട് എവിടെ? വീട്ടിൽ നിന്ന് അപ്പുറം 2 കിലോമീറ്റർ അപ്പുറം. അവിടങ്ങളിലൊക്കെ വെള്ളം അവിടെ അങ്ങോട്ട് വെള്ളമില്ല. അതാണ് മനു, നമുക്കിവിടുത്തെ സാഹചര്യം രൂക്ഷമാവുകയാണ്. മനു ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ആളുകളുടെ പ്രതികരണം എടുക്കാമെന്ന് കരുതിയാണ് അതിന് ഉത്തരം പറയാതെ ഈ പ്രതികരണത്തിലേക്ക് കടന്നത്. ഇനി ചോദിച്ച ചോദ്യം, പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി മന്ത്രി പി സി വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഇല്ലാതിരുന്നത് അതായിരുന്നു മുന്നറിയിപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുണ്ട് എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ ലഭിക്കുന്നത് വെച്ചാണെങ്കിൽ പ്രധാനമായി റാന്നി വീണ്ടും പ്രളയഭീതിയുണ്ട്. കാരണം മലയോര മേഖലയായിരിക്കുന്ന ശബരിമല വനമേഖലയിൽ വലിയ തരത്തിലാണ് മഴ പെയ്യുന്നത്. അതിശക്തമായ മഴ രാത്രിയുടനീളം ഉണ്ടായിരുന്നു. ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് വിവരം റിപ്പോർട്ട് ലഭിക്കുന്നത്. പത്തനംതിട്ട നഗരത്തിൽ ഉൾപ്പെടെ പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഒക്കെ 4 മണിക്കൊക്കെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതലാണ്. ഇപ്പോൾ ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ ഇന്നലെ ഇവിടെ വെള്ളം ഒരു പരിധിവരെ ഒഴിഞ്ഞു മാറിയ പ്രദേശമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ
ഡെങ്കി ബോട്ടിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന തയ്യാറെടുപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സുജു, ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്ത് ഇപ്പോഴും ആളുകളുണ്ടോ? മാറാൻ കഴിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടാകാം. നമ്മൾ അവരുടെ സമീപത്തേക്കാണ് പോകുന്നത്. നമുക്ക് അതുകൊണ്ട് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാമെന്നാണ് നേരിട്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ അല്പം നിമിഷത്തിനുള്ളിൽ എത്തും. അതുവരെ ഈ പൊതു ചിത്രം പറയാമെന്ന് കരുതുന്നു. അതായത് റാന്നിയിൽ അതായത് പറഞ്ഞു വന്നത് ഈ ശബരിമല വനമേഖലയിൽ ഉൾവനത്തിൽ ശക്തമായ മഴയുള്ളതുകൊണ്ടാണ് ഈ റാന്നിയിൽ വെള്ളം എത്താൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ മൂഴിയാർ വലിയ ഡാമൊന്നുമല്ല, 192 അടി വെള്ളമൊക്കെ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ മറ്റ് ചെറു ഡാമുകൾ തുറന്നു വിട്ടേക്കുവാണ്. അതുകൊണ്ട് മൂഴിയാർ ഡാമിൽ 10 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തിക്കഴിഞ്ഞാൽ റാന്നി നഗരത്തിലേക്ക് വെള്ളമെത്തും. അത് പിന്നീട് എത്തുന്നത് പമ്പ വഴി കോഴഞ്ചേരി ആറന്മുള പ്രദേശങ്ങളാണ്. ഇവിടുന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ്. എന്നാൽ രാവിലെ ഒഴുക്ക് ശക്തമായ വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യമാണ്. അപ്പർ കുട്ടനാട് മേല അവിടുന്ന് പിന്നീട് പോകുമ്പോൾ പമ്പ നദി പോകുന്ന റൂട്ട് തന്നെ നമുക്ക് വേഗത്തിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കിലേക്ക് എത്തിയിട്ട് സുജു വളരെ സൂക്ഷിക്കണേ. സുജു വളരെ സൂക്ഷിച്ച് വേണം ഈ വെള്ളത്തിൽ നിൽക്കാനും ഒക്കെ കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ചേട്ടാ, ഏത് മേഖലയിലൊക്കെ സാറേ പോണേ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമീപം. അവിടെ ഒരു ഡയാലിസിസ് പേഷ്യന്റ് കുടുങ്ങി കിടക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത്. ദൂരമുണ്ടോ? ഇച്ചിരി ദൂരമുണ്ട്, ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ അവർ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഡയാലിസിസ് പേഷ്യന്റ് കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടിൽ പോകുന്നത്. ചേട്ടാ, ഈ സ്ഥലത്തുള്ള ആളാണോ? വെള്ളമൊക്കെ വെള്ളം ഇപ്പം ശകലം കുറവായിരുന്നു. രാവിലെ കൂടുന്നുണ്ട്. രാവിലെ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുക. എഞ്ചിനീയറിംഗ് കോളേജ് ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇത് കണ്ടോ, വലിയ മണ്ടോ, ഇവിടെ ഒന്നും നിലയില്ല. ഇതിലെ നേരെ അപ്പുറത്തെ ഒന്ന് നേരെ കോളേജിൻ്റെ റോഡാണ്. ആ റൂട്ടായിരിക്കും പോകുന്നല്ലേ? എന്താ സാറേ, നിങ്ങൾ ഈ റൂട്ടല്ലേ പോകുന്നത്? അതെ, ഈ റൂട്ടാണ് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്റർ അകത്തുണ്ട്. 1 കിലോമീറ്റർ. വീട്ടുകാരുണ്ടാവും. അവിടുന്ന് ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ട്. അത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതായത് ആ ഡയാലിസിസ് പേഷ്യൻ്റ് അവിടെ ഉണ്ട്. അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അതുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ ഡെങ്കി ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ എത്രയധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. എങ്കിൽ പോലും പല ആളുകളും അവിടെ താമസിക്കുന്ന ഈ റോഡുകളിൽ വെള്ളമുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഈ പിന്നീട് അകത്തോട്ട് കയറുമ്പോൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും അത്തരത്തിലെ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടിൻ്റെ ഇവിടെല്ലാം വെള്ളം പല സ്ഥലങ്ങളിലും കയറുന്നുണ്ട്. നമുക്ക് ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇപ്പം വെള്ളം കൂടുകയാണെന്ന് തോന്നുന്നില്ലേ? വെള്ളം കൂടിക്കൊണ്ടിരിക്കും. ചേട്ടൻ്റെ വീടാണല്ലേ? അതെ അതെ. 4 മണി വെള്ളം കുറഞ്ഞിരുന്നോ? വെള്ളം കുറഞ്ഞു. വെളുപ്പിന് 3 മണി വരെ വെള്ളം താന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് വെള്ളം കൂടി തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റം വരെ വെള്ളം കയറിയിരുന്നു തോന്നുന്നു. അതെ 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 അതെ. ഇവിടെ പുറകോട്ടൊക്കെ എങ്ങനെയാണ് സാഹചര്യം? ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി, വീടുകളെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. എല്ലാവരും ക്യാമ്പുകളിലാണ്. രാത്രി ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിലും വെള്ളം നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ താഴുകയായിരുന്നു. പക്ഷെ ഒരു 3 മണിയോടുകൂടി വെള്ളം ഉയരാൻ തുടങ്ങി. ഈ ചേട്ടൻ പറഞ്ഞ ഒരു പത്തനംതിട്ട ജില്ലയിലെ ഒരു പൊതുചിത്രമാണ്. അതായത് റാന്നി മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മലയോര മേഖലയിൽ നിന്ന് പമ്പാവേലിയിൽ നിന്ന് ശക്തമായി മഴ വർദ്ധിക്കുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നു. അത് റാന്നി കൂടെയാണ് വരുന്നത്. പക്ഷേ റാന്നി ടൗണിലേക്ക് കയറേണ്ട വെള്ളമില്ല. എന്നാൽ പിന്നീട് എത്തുന്നത് ആറന്മുള കോഴഞ്ചേരി ഭാഗത്താണ്. അവിടെയെല്ലാം വെള്ളം വർദ്ധിക്കുന്ന കാഴ്ചയാണ്. ഇന്നലെ വെള്ളം താഴുന്നൊരു സാഹചര്യമാണെങ്കിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ ആളുകൾ ഇവിടെ നേരിട്ട് അനുഭവത്തിൽ കൂടെ പറയുന്നതാണ്. 3 മണി മുതൽ വീണ്ടും വെള്ളം വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് പോലും 2.5 അടിയോളം വെള്ളം നമ്മൾ വന്ന ശേഷം ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും പല ആളുകളും ക്യാമ്പിൽ തുടരുകയാണ്. ആ വെള്ളം ഇറങ്ങിയ ഘട്ടത്തിൽ വീണ്ടും വീട്ടിലേക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടമാണ് വീണ്ടും റിവേഴ്സ് എഫക്റ്റ് പോലെ വീണ്ടും വെള്ളം വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും മന്ത്രി പി.സി. വിഷ്ണുവിൻ്റെ ഓഫീസിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകൾ താഴ്ന്ന പ്രദേശത്തു നിന്ന് നിർബന്ധമായി ഒഴിഞ്ഞു പോകണമെന്ന അറിയിപ്പാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത്. അതിന് പ്രധാനമായി കാരണം ചൂണ്ടിക്കാട്ടുന്ന ഇപ്പോൾ ആളുകളുടെ പ്രതികരണത്തിൽ തന്നെ അതിൻ്റെ റീസൺ ഉണ്ട്. കാരണം പുലർച്ചെ മുതൽ തന്നെ വെള്ളം വീണ്ടും വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ വെള്ളം കൂടുന്നതോടുകൂടി തന്നെ അപകട സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ കോഴഞ്ചേരി വരെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാം പമ്പയാറിൻ്റെ ഒരു ഒഴുക്ക് അത് ചെങ്ങന്നൂർ പ്രദേശത്തോടെ എത്തി. പിന്നെ അപ്പർ കുട്ടനാടൻ മേഖലയായ തിരുവല്ല നെടുമ്പുറം ഭാഗങ്ങളിൽ അമ്പലപ്പുഴ സംസ്ഥാന പാത തിരുവല്ല അമ്പലപ്പുഴ പാത ഇതിനോടൊപ്പം തന്നെ അടച്ചിരിക്കുകയാണ്. റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. അവിടെ ധാരാളം
പ്രദേശങ്ങൾ പെരിങ്ങര, ചാത്തങ്കരി, തിരുമൂലപുരം തുടങ്ങി ആ അപ്പർകുടാട് മേഖലയിൽ നൂറുകണക്കിന് വീടുകളിലും കടകളിലും വെള്ളം കയറി ജനജീവിതം ദുരിതത്തിലായിരിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശങ്ങൾ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ പ്രദേശങ്ങളിലുണ്ട്, മല്ലപ്പള്ളിയുണ്ട്, വള്ളംകുളമുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ജനജീവിതം വലിയ ദുസ്സഹമായി ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മഴ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. കാരണം അവിടെ വലിയ ആക്ഷേപങ്ങൾ കൂടി ഉയർന്നു വന്നൊരു പ്രദേശം കൂടിയാണല്ലോ. പ്രത്യേകിച്ചും റാന്നിയിലടക്കം വെള്ളം കയറിയത് അത് മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നു വിട്ടു എന്നൊരു ഗൗരവതരമായ ആക്ഷേപം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ വന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ അധികാരികൾ തയ്യാറാകുന്നുണ്ടോ? കൃത്യമായി മുന്നറിയിപ്പുകളും അലാമുകളും മുഴക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇന്ന് ഇപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും അവിടെ പോലീസിൻ്റെ ഉൾപ്പെടെ അനൗൺസ്മെൻറ്റ് വാഹനം കൃത്യമായി ചലിക്കുന്നുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ സർക്കാർ എത്രത്തോളം പാഠം ഉൾക്കൊള്ളുന്നു എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ചർച്ച ചെയ്താണ് ആറന്മുളയിലെ വിവിധ ക്യാമ്പുകളിൽ ഭക്ഷണം ശരിയാവണ്ണം എത്തിച്ചിട്ടില്ല എന്നുള്ള, അവിടെ കുടിവെള്ളമില്ല ഒക്കെ വന്ന പരാതി ഉയർന്നു. പിന്നീട് റവന്യൂ മന്ത്രി AP അനിൽകുമാർ തന്നെ അതിൽ പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ നമ്മൾ ആ ക്യാമ്പിൽ ചെല്ലുന്ന വൈകിട്ട് ചെല്ലുമ്പോഴും അവരുടെ പരാതി പ്രളയമായപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരോട് പൊതിച്ചോറെത്തിക്കുന്നു, കുടിവെള്ളം എത്തിക്കുന്നു. പിന്നീടാണ് സർക്കാർ സംവിധാനം അവിടത്തേക്ക് എത്തിക്കുന്നത്. വൈകിട്ട് തന്നെ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഒരു MDLP സ്കൂളിലെ സാഹചര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ കാണാൻ സാധിച്ച സാഹചര്യം എന്ന് പറയുന്നത് വൈകിട്ട് വൈദ്യുതിയില്ല. പിന്നീട് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എത്തിയാണ് അവിടെ ജനറേറ്റർ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വൈദ്യുതി അവിടെ നിലനിർത്തുന്നത്. അതായത് വിമർശനങ്ങളും ഒരു മിനിറ്റ്, ഞാൻ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മല്ലപ്പുഴശ്ശേരി അല്ലേ, കോഴഞ്ചേരിയിലെ മല്ലപ്പുഴശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ക്യാമ്പാണ്, ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിൽപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ക്യാമ്പാണ്. പക്ഷേ പാതിരാത്രി 11 മണിയായിട്ടും അവിടെ വൈദ്യുതി ഇല്ല പ്രിയപ്പെട്ടവരെ. ഒടുവിൽ ആ പ്രദേശത്തെ CPIM പ്രവർത്തകരെത്തി അവിടെ ജനറേറ്റർ സ്ഥാപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ സ്വാഭാവികമാണ്. മഴ പെയ്ത് ലൈനുകളിലൊക്കെ പ്രശ്നമുണ്ടാകാം, കറണ്ട് ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് വകുപ്പുകൾക്കുണ്ട്, അവിടെ ഈ ക്യാമ്പുകൾ ഏകോപിപ്പിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അത് ചെയ്യാതിരിക്കുമ്പോൾ ഒടുവിൽ ആ നാട്ടിലെ CPIM പ്രവർത്തകർ ഇടപെട്ട് അവിടെ ജനറേറ്റർ സ്ഥാപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും നാട്ടിലുള്ള മനുഷ്യർ ഇതുപോലെ എല്ലാ രാഷ്ട്രീയവും മറന്ന് ഇതുപോലെ മുന്നിട്ടിറങ്ങുന്നത് കൊണ്ടാണ് പല ക്യാമ്പുകളും നടന്നു പോകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിന് തെളിവായിട്ടാണ് മല്ലപ്പുഴശ്ശേരിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് നൽകുന്നത്. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ വന്ന വിഷ്വൽസ് ആണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അവിടെ ജനറേറ്റർ വെച്ച് അവർ വൈദ്യുതി ആ സമയത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അതുവരെ ഈ വെള്ളപ്പൊക്കത്തിൽ പെട്ട് ഒടുതുണിക്ക് മറുതുണിയില്ലാതെ എത്തിയ മനുഷ്യർ ഇരുട്ടിലിരിക്കുകയായിരുന്നുവെന്ന് ഓർക്കണം. ഇതാണിപ്പോൾ സംസ്ഥാനത്തെ പലയിടങ്ങളിലെയും ക്യാമ്പുകളിലെ അവസ്ഥ. സുജു, ഞാൻ ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കുകയായിരുന്നു. സുജു ഇന്നലെ രാത്രി നൽകിയത് അത് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഒന്ന് എത്തിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ തുടരാം. തീർച്ചയായിട്ടും മനു, നമുക്ക് ഇവിടുത്തെയും ദൃശ്യങ്ങളിലേക്ക് പോവാം. അതായത് മനു ആ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഈ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരെത്തിയാണ് അവിടെ ജനറേറ്റർ സ്ഥാപിക്കുന്നത്. ചില ആളുകൾ ചോദിക്കാം, ക്യാമ്പിൽ അല്പസമയം ഇരുട്ടായാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. കമൻറ്റുകളൊക്കെ പരിശോധിച്ചറിയാം. പക്ഷേ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, അതുപോലെ വിവിധ രോഗികളുണ്ട്. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ വൈദ്യുതി ആവശ്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു ജനറേറ്ററുടെ വാടകയ്ക്ക് എടുത്ത് നൽകി കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ജനറേറ്റർ എത്തിക്കുന്നില്ല. പല സ്ഥലങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ലജ്ജ തോന്നുന്ന ഈ നമ്മൾ വല്ലന ക്യാമ്പിലെത്തിയപ്പോൾ ആ ക്യാമ്പിൽ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. MLA അവിടെ എത്തി ഒരു സെൽഫി എടുത്ത് പോകുന്ന ശൈലിയാണുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, MLA-ക്കെതിരെ വലിയ വിമർശനം. അതും DYFIയുടെ പ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ കാഞ്ഞിരിവേലിയിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആറന്മുളയിൽ. അവിടെ കണ്ട് 300ഓളം കുടുംബം ഒറ്റപ്പെട്ട് കിടക്കുക. ഈ കേൾക്കുമ്പോൾ നമ്മൾ കൂട്ടി പറയുന്നതല്ല, 300ഓളം വീടുകൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിനടിയിലല്ല വീടും, പക്ഷേ ആ വീട് ഒരു തുരുത്തു പോലായി മാറി. അതിലേക്ക് എത്താവുന്ന 4 വഴികളിലും വെള്ളം കയറി ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പോലും അവിടെ ഇന്നലെ എത്തിപ്പെട്ടത് വള്ളത്തിൽ കയറിയാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ആ സ്ഥലത്ത് വാർഡ് മെമ്പർ ഉൾപ്പെടെ MLA-യോട് ആവശ്യപ്പെട്ടു, അധികാരികളോട് ആവശ്യപ്പെട്ടു ഭക്ഷണ കിറ്റുകൾ എത്തിക്കണം. അവിടെ പാകം ചെയ്യാൻ ഭക്ഷണങ്ങളില്ല. അവിടെ ഉള്ള കടകളിൽ നിന്ന് ലഭിക്കുന്ന നാമമാത്രമായ ഭക്ഷണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു തരത്തിൽ പോലും ഇടപെടലുണ്ടായില്ല. അവിടേക്ക് DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജിത് P. ആനന്ദിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ വള്ളത്തിൽ
തരത്തിൽ ഭക്ഷണ കിറ്റുകളുമായി അവിടെ പാചകം ചെയ്യാനുള്ള എല്ലാ ഭക്ഷണ കിറ്റുകളുമായി എത്തുകയും അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കഴിയുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമായി ഞാൻ 300 കുടുംബങ്ങൾക്കും കൊടുത്തെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. കാരണം പലർക്കും ഭക്ഷണം ആവശ്യമുണ്ട്. എന്നാൽ ഭക്ഷണം തീർന്നു പോയ എവിടെയെങ്കിലും കമ്മ്യൂണിറ്റി കിച്ചൺ പോലെ സ്ഥാപിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2018 പ്രളയമായിക്കോട്ടെ, പിന്നീടുണ്ടായ പ്രളയം, അല്ലെങ്കിൽ കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായ സംഭവങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിയർ, CPIM-ന്റെ പ്രവർത്തകർ, അതായത് സർക്കാർ സംവിധാനം ഒറ്റയ്ക്കല്ല ഇതെല്ലാം നടന്നത്. എല്ലാം ഒരു പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ്. ഇവിടെ പരാജയപ്പെടുന്ന ഭരണ സംവിധാനം പരാജയപ്പെടുന്നതെന്ന് പറയുന്നത് ഈ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളെ ചേർത്ത് നിർത്തുന്നതിൽ, അല്ലെങ്കിൽ അവരെ കൃത്യമായി കൂടെ നിർത്തുന്നതിൽ പരാജയപ്പെടുകയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ വില്ലേജ് ഓഫീസർക്ക് അവിടെ 4 പേർ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചാൽ അവർ ഡിവൈഎഫ്ഐക്കാരുടെ സഹായം അഭ്യർത്ഥിക്കാൻ ഒരു മടിയും കാട്ടിയിരുന്നില്ല. അവിടെയൊക്കെ പോയി രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യുവജന സംഘടനകളൊക്കെ ചേർത്ത് നിർത്തുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെടുകയാണ്. മാത്രമല്ല, ഇന്നലെ ഉണ്ടായൊരു മറ്റൊരു സംഭവം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. ഇന്നലെ ആറന്മുളയിൽ മറ്റൊരു കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ചാനലിൽ പോയി ലൈവ് നടത്തിയപ്പോൾ ഒരു അമ്മ പറഞ്ഞു, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു നല്ലത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വിമർശിച്ച അമ്മയും കൊണ്ട് മറ്റൊരു വീഡിയോ ഇറക്കി. അത് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ബിജിലി P. ഈശോ പറയിപ്പിച്ച തരത്തിൽ വീഡിയോ ഇറക്കുകയാണ് മാത്രമാണ് ചെയ്തത്. അല്ല, അമ്മ പറഞ്ഞ വിമർശനത്തിന് മറുപടിയല്ല ഉണ്ടായത്. എന്നാൽ ബിജിലി കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുമുണ്ട്. അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ചാനലിൽ CPM-നോ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായി പറയിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ജനവും സാമാന്യ ബുദ്ധിയുള്ള ആരും എന്തായാലും കൊള്ളാൻ റാന്നി തീർച്ചയായും ഇതാ സുജു, ഞാൻ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുജുലേക്ക് വരാം. വഴിയൊക്കെ ഇങ്ങനെ പുഴ പോലെ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കുക. ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കുക. ഈ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുള്ള സ്ഥലമാണെങ്കിൽ, സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ മാറി താമസിക്കുക. ഇത് മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൂ.